അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻ്റ് ആണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും അതിനെ തുടർന്ന് വന്നിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. എന്താണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, അത് ഉയർന്നു വരാനുള്ള ഒരു പശ്ചാത്തലം എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1919 ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഇത് ഉയർന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കിയെ ബ്രിട്ടൻ അടങ്ങുന്ന സഖ്യകക്ഷികൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ അടങ്ങുന്ന സഖ്യകക്ഷികൾ തുർക്കിയെ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെടുത്തുകയും തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും തുർക്കിയെ പലതായിട്ട് വിഭജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ മുസ്ലിങ്ങൾ തുർക്കിയിലെ ഖലീഫയെ അവരുടെയും കൂടി ഖലീഫയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഖലീഫയെ ബ്രിട്ടീഷുകാരടങ്ങുന്ന കക്ഷികൾ പരാജയപ്പെടുത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തപ്പോൾ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് 1919 അലി സഹോദരന്മാരായിട്ടുള്ള മൗലാന മുഹമ്മദ് അലിയും അതുപോലെ മൗലാന ഷൗക്കത്ത് അലിയും കൂടിയിട്ട് എന്തുണ്ടാക്കുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. തുർക്കി ഖലീഫയെ ഇന്ത്യൻ മുസ്ലിങ്ങളും തങ്ങളുടെ ഖലീഫയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖലീഫയുടെ എല്ലാ സ്ഥാനങ്ങളും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടത്. മൗലാന മുഹമ്മദ് അലിയും അതുപോലെ ഷൗക്കത്ത് അലിയുമാണ് ഇതിൻ്റെ പ്രധാന നേതാക്കളെന്ന് നമ്മൾ പറഞ്ഞു. അതിനു പുറമെ മൗലാന ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ എന്നിവരെല്ലാം അതിൻ്റെ നേതാക്കളായിരുന്നു. 1919 ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ മുസ്ലിം വിഭാഗത്തെ ദേശീയ സമരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗാന്ധിജി എന്ത് ചെയ്തു, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൈയും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് ഓൾറെഡി ബ്രിട്ടീഷുകാരോടൊരു ദേഷ്യം ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൂടുതലായിട്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ യൂണിറ്റി ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഗാന്ധിജി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 1919 നവംബറോട് കൂടിയിട്ട് ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ആൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജി, അതുപോലെ മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യ തുടങ്ങിയിട്ടുള്ള ദേശീയ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു ആക്രമണരഹിത നിസ്സഹകരണ പരിപാടി ഖിലാഫത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്. അതായത് ഗാന്ധിജി ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് യോജിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടുതലായിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഇറങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുകയും നിസ്സഹകരണ പരിപാടി ഖിലാഫത്ത് കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഖിലാഫത്ത് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയിരുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ തന്നെ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. എന്താണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം? 1920 ഓഗസ്റ്റിലാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കോൺഗ്രസിൻ്റെ നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഇതാദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കേണ്ട 3 ലക്ഷ്യങ്ങളാണ് ഗാന്ധിജി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ പഞ്ചാബിലുണ്ടായിട്ടുണ്ടായിരുന്ന ജാലിയൻ വാലാബാഗ് പ്രശ്നം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് പഞ്ചാബിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. സ്വരാജ് എന്ന് പറയുമ്പോൾ സ്വന്തം സെൽഫ് റൂള്, അപ്പോൾ അത് നേടിയെടുക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു. ഇതിലൂടെ ഈ ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് വെക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഖിലാഫത്ത് കമ്മിറ്റിയും കൂടി നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഉൾപ്പെടുത്താനാണ് ഗാന്ധിജി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മുസ്ലിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ അപ്പോൾ കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 രീതിയിലാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ക്രിയാത്മകവും അതുപോലെ നിഷേധാത്മകവുമായിട്ടുള്ള പരിപാടികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമും ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാമുമാണ് മെയിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. 2 പരിപാടികളിലൂടെയാണ് ഇവർ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ക്രിയാത്മകവും അതുപോലെ നിഷേധാത്മകവുമായിട്ടുള്ള പരിപാടികളിലൂടെയായിരുന്നു. അപ്പോൾ കുറച്ച് ക്രിയാത്മക പരിപാടിക്ക് നമുക്ക് ഉദാഹരണം പറഞ്ഞു തരാം. ക്രിയാത്മക പരിപാടി എന്ന് പറയുന്നത് സ്വദേശി പ്രചരണം എന്ന് പറയുമ്പോൾ സ്വന്തം നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള പരിപാടികളായിരുന്നു. അതുപോലെ തന്നെ അയിത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, അതുപോലെ മദ്യനിരോധനം, വിദ്യാഭ്യാസത്തെ ദേശസാൽക്കരിക്കുക, അതുപോലെ ചർക്കയും ഗാന്ധിയും ഒക്കെ പ്രചരിപ്പിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. സ്വദേശി പ്രചരണം, അയിത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് 2 തരം പരിപാടികളാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ക്രിയാത്മക പരിപാടികളാണ് ഇവിടെ പറഞ്ഞത്. അടുത്തതായിട്ട് നിഷേധാത്മക പ്രവൃത്തികളും ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ബഹിഷ്കരണമായിരുന്നു നിഷേധാത്മക പരിപാടി എന്ന് പറയുന്നത്. ബഹിഷ്കരണമായിരുന്നു നിഷേധാത്മക പരിപാടികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അവർ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവയെല്ലാം ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്ത്രങ്ങളും മറ്റുമെല്ലാം ബഹിഷ്കരിച്ചു. ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ, അതുപോലെ കീർത്തികൾ, ഹോണേഴ്സ്, സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കുകയും തിരിച്ചു നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകൾ നികുതി കൊടുക്കാനൊക്കെ വിസമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ബഹിഷ്കരിക്കുന്നുണ്ട്. അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുന്നുണ്ട്. ആളുകൾ നികുതി കൊടുക്കുന്നില്ല. ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ള തോതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നിസ്സഹകരിച്ചപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രതിസന്ധിയിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള മുറകളും അവർ സ്വീകരിക്കുന്നുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ എല്ലാ മർദ്ദന മുറകളും ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ചു. ഗാന്ധിജി ഒഴികെയുള്ള എല്ലാ പ്രമുഖ നേതാക്കന്മാരെയും അവർ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ ജയിലിലടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് പേരെ ജയിലിലടക്കുന്നു. പ്രക്ഷോഭകാരികൾക്ക് നേരെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പോലീസ് വെടിയുതിർക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ മർദ്ദന നടപടികൾ സമരത്തെ വളർത്തുകയും അതുപോലെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ഈ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ കൊണ്ട് ഒരിക്കലും തളർന്നില്ല, കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ 1922 ചൗരി ചൗര സംഭവത്തോട് കൂടിയിട്ടാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്. അപ്പോൾ എന്താണ് ചൗരി ചൗര സംഭവം ഒന്നുകൂടെ ഞാനൊന്ന് ജസ്റ്റ് പറയാം. ചൗരി ചൗരയിൽ കർഷകർ നടത്തുന്ന റാലിക്കെതിരെ പോലീസുകാർ ആക്രമണം നടത്തുകയും വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ കർഷകർ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷന് തീ വെക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ സമരമാർഗം എന്ന് പറയുന്നത്, ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അഹിംസയാണ്. അതായത് ആരെയും കൊല്ലാൻ പാടില്ല, ഇങ്ങോട്ട് എത്ര അടി കിട്ടിയാലും അങ്ങോട്ടൊരു അടി അടിക്കാൻ പാടില്ല. അതാണ് ഗാന്ധിജി അഹിംസയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ ചൗരി ചൗരയിൽ കർഷകർ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനിൽ 22ഓളം പോലീസുകാരെ കൊല്ലുകയും ചെയ്തു. അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ അഹിംസ എന്ന് പറയുന്ന സമരമുറ അതിൻ്റെ പരിധി വിട്ട് പുറത്തു പോയത് കൊണ്ട് തന്നെ ഗാന്ധിജി 1922 എന്ത് ചെയ്യുകയാണ്, ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1922 ഫെബ്രുവരി 22 ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തിരശ്ശീല വീണത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതിന് ധാരാളം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഗാന്ധിജി ഒരു ബഹുജന നേതാവായിട്ട് മാറുന്നുണ്ട് ഗാന്ധിജി. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് രാജിൻ്റെ അടിത്തറ ഇളക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൊന്ന് പേടിപ്പിക്കാനായിട്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ, അതായത് INC മുഖാന്തരമാണല്ലോ ഈ സമരം നടക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താകുന്നുണ്ട്, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബഹുജന പാർട്ടി ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സാമൂഹ്യ തിന്മകളായിട്ടുള്ള തൊട്ടുകൂടായ്മ, മദ്യാസക്തി എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ ഉയർന്നു വരാനും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെററിസ്റ്റ് ആൻഡ് റവല്യൂഷണറി മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള റവല്യൂഷണറി വിപ്ലവാത്മക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട്
ഇന്ത്യയിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഒരു സെക്കൻഡ് ഫേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ചൗരി ചൗര സംഭവത്തോട് കൂടിയിട്ട് നിർത്തിവെച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സംഭവത്തോട് കൂടിയിട്ട് ഗാന്ധിജിക്കെതിരെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം അത്രയും വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം പെട്ടെന്ന് അഹിംസ ബ്രേക്ക് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നിർത്തിവെച്ചതിനെതിരെ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സമാധാനത്തിലൂടെ മാത്രം സ്വതന്ത്രം ഇന്ത്യക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റൂല, സമാധാനത്തിലൂടെ മാത്രം ഒരിക്കലും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടൊരു വിഭാഗം ഉയർന്നു വന്നു. അതായത് അക്രമ പ്രവർത്തനങ്ങളിലൂടെയും അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ മാത്രം പ്രവർത്തിച്ചാലേ സ്വതന്ത്രം ഇന്ത്യക്ക് ലഭിക്കൂ എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു വിഭാഗം കടന്നു വരികയാണ്. അങ്ങനെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോലും വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാഡം ബിക്കാജി ഗാമയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള പാരീസ് ഇന്ത്യ സൊസൈറ്റിയൊക്കെ നമുക്കറിയാം. മാഡം ഗാമയെ ഇന്ത്യയുടെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യക്കകത്തുള്ള വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രവർത്തന സമയത്താണ് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ശക്തിയായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിൽ HSRA, അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ്റെ രൂപീകരണം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് എന്തായിട്ടുണ്ട്, നല്ല ശക്തി നൽകിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിപ്ലവകാരികളായ നേതാക്കൾ എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് തുടങ്ങിയവരാണ് ഈ HSRA രൂപീകരിക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. സായുധ വിപ്ലവത്തിനായിട്ട് റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിലൊരു സേനാ വിഭാഗം ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് HSRAക്ക് കീഴിൽ സായുധ വിപ്ലവം നടത്താനായിട്ട് ഒരു ആർമി, സ്വന്തമായിട്ട് ഒരു ആർമി ഗ്രൂപ്പിനെ തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ആർമിക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആർമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോളനി ഭരണം അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് യുവാക്കളായിട്ടുള്ള പല ചെറുപ്പക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് ഭഗത് സിംഗ്, അതുപോലെ തന്നെ BS ദത്ത് എന്നിവരൊക്കെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബർ ചെയ്യുന്നുണ്ട്. ബോംബറിന് ശേഷം അവർ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, സ്വയം അറസ്റ്റ് വരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലാഹോർ ഗൂഢാലോചന കേസ് കുറ്റം ആരോപിച്ചുകൊണ്ട് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരൊക്കെ 1931 മാർച്ച് 23 തൂക്കിലേറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എമർജൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ആൻഡ് ലെഫ്റ്റ് വിങ് ഐഡിയാസ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ലെഫ്റ്റ് വിങ്ങും അതുപോലെ സോഷ്യലിസ്റ്റ് ഐഡിയാസും എമർജ് ചെയ്തത്? ഏകദേശം 1920 മുതലാണ് കോൺഗ്രസിനകത്ത് തന്നെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയും അതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ CSPയുമാണ് ഇടതുപക്ഷത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത്. 1917 റഷ്യൻ വിപ്ലവം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിയും ലെനിനും എന്നൊരു ലഘുലേഖ എസ് എ ഡാംഗെ പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ബംഗാളിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള നവയുഗ്, പഞ്ചാബിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ഇൻക്ലാബ് തുടങ്ങിയവയൊക്കെ ഈ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളായിരുന്നു. ഈ ജവഹർലാൽ നെഹ്റുവും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും എല്ലാം സോഷ്യലിസ്റ്റ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. MN റോയിയുടെ നേതൃത്വത്തിൽ തഷ്കെൻഡിൽ വെച്ചുകൊണ്ട് 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1925 കാൺപൂരിൽ വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിലൊരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, 1925 കാൺപൂരിൽ വെച്ചിട്ടാണ് CPIയുടെ രൂപീകരണം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി, ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് CPI ആയിരുന്നു. മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് CSP ആയിരുന്നു, അഥവാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായൺ, അതുപോലെ ആചാര്യ നരേന്ദ്രദേവ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആയിരുന്നു. ഈ CSPക്ക് ചില അടിസ്ഥാന തത്വങ്ങളുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിക്ക്. അതായത്
സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ തത്വം. കാരണം ദേശീയ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ടുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുക. അടുത്തൊരു തത്വം എന്ന് പറയുന്നത്, ഇവരുടെ മറ്റൊരു തത്വം എന്ന് പറയുന്നത്, ദേശീയ പ്രസ്ഥാനത്തിനും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു സോഷ്യലിസ്റ്റ് ദിശാബോധം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ അടുത്ത തത്വം. ഇതിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് കർഷകരെയും തൊഴിലാളികളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അതുപോലെ CSPയും അഥവാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സമൂഹത്തിനും അതുപോലെ രാഷ്ട്രീയത്തിനും അടിസ്ഥാന ചലനം ഉണ്ടാക്കിയെന്ന് ബിപിൻ ചന്ദ്ര അഭിപ്രായപ്പെടുന്നുണ്ട്. കോൺഗ്രസിന് ശക്തമായിട്ടുള്ളൊരു ഇടതുപക്ഷം ഉണ്ടാക്കുന്നതിനും അതുപോലെ തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ സംഘടിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ അതുപോലെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ രൂപീകരണമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രേഡ് യൂണിയൻ ആൻഡ് ലേബർ മൂവ്മെൻറ്റ്. ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടും ലേബർ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വിഭാഗം ധാരാളം ചൂഷണങ്ങളും മറ്റുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്രാജ്യത്വം, മുതലാളിത്ത വർഗത്തിൻ്റെ വിവിധ ചൂഷണങ്ങൾ എന്നിവയൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ചൂഷണങ്ങളെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന വേണമെന്നുള്ളൊരു ആവശ്യം കാലക്രമേണ ഇവരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംഘടന വേണമെന്നുള്ളൊരു ആവശ്യം. അങ്ങനെ 1920 ഒക്ടോബർ 31 AITUC നിലവിൽ വരുന്നുണ്ട്. ജോസഫ് ബാപ്റ്റിൻ, MN റോയ്, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1920 ഒക്ടോബർ 3 AITUC നിലവിൽ വന്നിട്ടുള്ളത്. ഇത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘടനയായിരുന്നു. ലാലാ ലജ്പത് റായ്, MN റോയ് തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ദേശീയ നേതാക്കളായിട്ടുണ്ടായിരുന്ന VV ഗിരി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെല്ലാം AITUCയുടെ ഫോർമേഷന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ AITUCയുടെ വിവിധ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വരാജ്യം നേടിയെടുക്കുക എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ ഒരു ആവശ്യമായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ വർക്കിംഗ് അവസ്ഥ മെച്ചപ്പെടുത്തുക എന്നുള്ളതും മറ്റൊരു ആവശ്യമായിരുന്നു. പിന്നെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിരുന്നു. വിദേശ ഭരണം നിർത്തലാക്കുക, അതുപോലെ സാമ്പത്തിക ചൂഷണം ഇല്ലാതാക്കുക തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഇവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു. 1920 ഒക്ടോബർ 31 തുടങ്ങിയിട്ടുള്ള ഈ AITUC 1927 ആയപ്പോഴേക്കും 183 യൂണിറ്റുകളും അതുപോലെ 1.5 ലക്ഷം പേര് ഈ സംഘടനയിൽ തൊഴിലാളികൾ ഇതിൽ അംഗത്വം എടുക്കുകയും ചെയ്യുന്നുണ്ട്. 1926 ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വരുന്നുണ്ട് ഇവരുടെ പ്രവർത്തന ഫലമായിട്ട്. 1927 മുതൽ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ളൊരു ലെഫ്റ്റ് വിങ് ലീഡർഷിപ്പ് ഉയർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1927 മെയ് 1 മുതൽ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാനൊക്കെ ഇവർ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് ലാഹോർ സമ്മേളനത്തെക്കുറിച്ചിട്ടും അതുപോലെ ആ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പൂർണ്ണ സ്വരാജിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ INCയെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു കോൺഗ്രസ് എല്ലാ വർഷവും ഇന്ത്യയിലെ പ്രധാന നഗരത്തിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടത്താറുണ്ട്. അങ്ങനെ 1929 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് ലാഹോറിൽ വെച്ചിട്ടായിരുന്നു. ഈ സമ്മേളനത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം യുവ തലമുറകളിലേക്ക് കൈമാറുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു ഈ സമ്മേളനം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ച പ്രമേയം പാസ്സാക്കിയത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ടും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ലാഹോർ സമ്മേളനവും പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്. ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് 1929 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനമാണ്. നെഹ്റു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് അഥവാ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനൊക്കെ തീരുമാനമായിട്ടുണ്ട്.
മാത്രമല്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും ഈ ലാഹോർ സമ്മേളനത്തിൽ തീരുമാനമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു വലിയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഒരു വിശദമായിട്ടുള്ള പ്ലാന് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധിജി ആദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ 11 ആവശ്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിക്കേണ്ട 11 ആവശ്യങ്ങൾ ഗാന്ധിജി സമർപ്പിച്ചു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് ഗാന്ധിജി ബ്രിട്ടീഷ് വൈസ്രോയിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈസ്രോയി ഒരാവശ്യം പോലും അംഗീകരിച്ചില്ല. അങ്ങനെ 1930 ഫെബ്രുവരിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി സബർമതിയിൽ സമ്മേളിക്കുകയും സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് ഗാന്ധിജിയെ അധികാരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജി എങ്ങനെയാണ് ഈ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടിട്ടായിരുന്നു. കാരണം അന്ന് കാലഘട്ടത്തിൽ ഉപ്പുണ്ടാക്കാനും ഒരു വ്യക്തികൾക്കും സാധാരണ വ്യക്തികൾക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ഒരു ആവശ്യ ഘടകം, അനിവാര്യ ഘടകമാണ് ഉപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് എന്തായാലും യൂസ് ചെയ്യും. പക്ഷേ ഈ ഉപ്പ് ഉണ്ടാക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഉപ്പിനാണെങ്കിൽ വൻതോതിലുള്ള വിലയുമായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഉപ്പ് വലിയ വില കൊടുത്ത് വാങ്ങാനായിട്ട് ജനങ്ങൾ നിർബന്ധിതരായി. ഉപ്പിന് പുറത്ത് ഉണ്ടായിരുന്ന നികുതി എന്ന് പറയുന്നത് എത്രയോ ഇരട്ടി ശതമാനമായിരുന്നു. അപ്പോൾ ഈ ഉപ്പ് നികുതി മറ്റു നികുതിയേക്കാൾ ഭയങ്കര ജനദ്രോഹമാണെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉപ്പിനെ കേന്ദ്ര പ്രശ്നമാക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിലൂടെ ജനരോക്ഷം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചുവിടാൻ കഴിയുമെന്ന് ഗാന്ധിജി കണക്കുകൂട്ടി. അങ്ങനെ ഉപ്പ് നിയമം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പ്രശ്നമായിക്കൊണ്ട് തീർന്നു. ഗാന്ധിജി ഉയർത്തിയ വെല്ലുവിളിയുടെ പ്രാധാന്യം ബ്രിട്ടീഷുകാർക്ക് ഫസ്റ്റ് ഫേസിൽ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഈ ഉപ്പ് നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിചാരമാണ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ ദണ്ഡിയാത്രയെക്കുറിച്ചിട്ട് ഗാന്ധിജി വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ഇർവിൻ പ്രഭുവിന് മുൻകൂറായിട്ട് നോട്ടീസൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1930 മാർച്ച് 12 ഗാന്ധിജി തൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം തൻ്റെ 78ഓളം വരുന്ന അനുയായികളോടൊപ്പം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്ന് ഏകദേശം 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. 24 ദിവസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഗുജറാത്തിലെ കടലോര ഗ്രാമമായിട്ടുള്ള ദണ്ഡിയിലെത്തി. അങ്ങനെ അവിടെ വെച്ച് 1930 ഏപ്രിൽ 6 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കുകയാണ്. അങ്ങനെ നിയമത്തിന് മുന്നിൽ അദ്ദേഹം സ്വയം ഒരു കുറ്റവാളിയായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഉപ്പ് നിയമ ലംഘന പ്രസ്ഥാനം രാജ്യത്തിൻ്റെ വിവിധ നാടുകളിലേക്കായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പയ്യന്നൂർ, കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ, കോഴിക്കോട് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, തമിഴ്നാട്ടിൽ വേദാരണ്യം, ബംഗാളിലെ നവഗാലി, ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് എന്താക്കിയിട്ടുണ്ട്, സമരങ്ങൾ നടന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ ബ്രിട്ടീഷുകാരുടെ വനനിയമങ്ങൾ ലംഘിച്ചു. സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, അങ്ങനെ തുടങ്ങിയ ജനവിഭാഗങ്ങൾ ഈ പ്രക്ഷോഭത്തെ ആവേശത്തോടു കൂടിയിട്ട് അണിനിരന്നിട്ടുണ്ട്. നിയമലംഘനം, നികുതി നിഷേധം, മദ്യക്കുപ്പി പിക്കറ്റ് ചെയ്യലും, ഹർത്താലുകൾ, സമരങ്ങൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഇവർ രാജ്യത്തെ ഇളക്കിമറിച്ചു. ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ബഹിഷ്കരണവും അതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് തീർന്നു. ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ മറ്റു പ്രതിഷേധ രൂപങ്ങളും പ്രക്ഷോഭകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. കോൺഗ്രസ് സംഘടനയെ നിരോധിച്ചുകൊണ്ടാണ് ഇവർ ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. ഗാന്ധി ഉൾപ്പെടെ അനേകം നേതാക്കന്മാരെ ഇവർ അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 60,000 ഇന്ത്യക്കാരെയാണ് ജയിലിലടച്ചത്. അവസാനം 1931 മാർച്ചിൽ ഗാന്ധി ഇർവിൻ കരാറിനെ തുടർന്നിട്ട് ഗാന്ധിജി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തോട് കൂടിയിട്ട് ഗാന്ധിജി ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി യൂറോപ്പ് വരെയൊക്കെ വ്യാപിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ വൻതോതിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഒരു വൻതോതിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമതായിട്ട് ബ്രിട്ടീഷ് രാജ് എന്നത്തേക്കും നിലനിൽക്കില്ല എന്നൊരു യാഥാർത്ഥ്യം
ദണ്ഡിയാത്രയിലൂടെ ബ്രിട്ടീഷുകാരെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടു ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്കാർക്ക് ചില അധികാരങ്ങൾ വിട്ടുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ബ്രിട്ടീഷുകാർക്ക് ഈ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഉപ്പ് സത്യാഗ്രഹം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് ഗാന്ധി ഇർവിൻ സന്ധ്യയോട് കൂടിയാണെന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ചിട്ടാണ്. ഗാന്ധിജി നടത്തിയിട്ടുള്ള മൂന്നാമത്തെ ഒരു ബഹുജന സമരമായിരുന്നു ഇതെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം നിസ്സഹകരണ പ്രസ്ഥാനം നടത്തി, പിന്നീട് നിയമലംഘന പ്രസ്ഥാനം, അഥവാ ഉപ്പ് നിയമം ലംഘിച്ചു സമരം നടത്തി. അതിനുശേഷം നടത്തിയിട്ടുള്ള ഒരു ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയിട്ടുള്ളത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് ശേഷമാണ്. 1942 ആഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ക്രമപ്രകാരം സമയോചിതമായിട്ട് ഇന്ത്യ വിടണമെന്നിട്ട് ഗാന്ധിജി ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് ഈ ആശയം എന്ത് ചെയ്തു, അംഗീകരിച്ചു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാരോട് ഉടനെ തന്നെ ഇന്ത്യ വിട്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറിക്കൊണ്ട് ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കുന്നതിനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമരം ആരംഭിക്കണമെന്നും ഈ പ്രമേയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധിജി ഈ സമരം ഏറ്റെടുക്കുകയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ട് ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്നാൽ ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ആഞ്ഞടിച്ചു. പിറ്റേ ദിവസം ആഗസ്റ്റ് 9 രാവിലെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ ഉന്നത നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെക്കുറിച്ചിട്ടും ജനനേതാക്കളുടെ അറസ്റ്റിനെ കുറിച്ചിട്ടും കേട്ടറിഞ്ഞിട്ടുള്ള ജനങ്ങൾ സമരത്തിന് തിരികൊളുത്തി. യുവജനങ്ങൾ സമരരംഗത്തേക്ക് എടുത്തു ചാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പണിമുടക്കുകളൊക്കെ അരങ്ങേറി. ഇന്ത്യ ഒരു കലാപ ഭൂമിയായിട്ട് മാറി. ജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ, പോസ്റ്റ് ഓഫീസുകൾ, റെയിൽവേ പാതകൾ, പാലങ്ങൾ തുടങ്ങിയൊക്കെ ഇവർ ആക്രമിച്ചു. ജയപ്രകാശ് നാരായണനെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരുകളും മറ്റൊക്കെ സംഘടിപ്പിച്ചു. പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് അധികാരം തകർന്നു വീണു. സത്താറ, മേദിനിപൂർ തുടങ്ങിയ ജില്ലകളിൽ സമാന്തരമായിട്ടുള്ള സ്വതന്ത്ര ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അംഗീകൃതമായ നേതൃത്വമോ സമര പരിപാടിയോ ഉണ്ടായിരുന്നില്ല. രോഷാകുലരായ ജനങ്ങൾ സ്വന്തം രീതിയിൽ പോരാടുകയായിരുന്നു. അതുപോലെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ലാത്തി ചാർജ്, വെടിവെപ്പുകൾ, മർദ്ദനം, അറസ്റ്റ് എന്നിങ്ങനെ വിവിധ മുറകൾ ഗവൺമെൻറ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സാധിച്ചത്. അരുണ ആസഫിലേക്ക് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു. ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ ഈ സമരത്തിൽ അണിചേർന്നു. കോളേജ് ബഹിഷ്കരിച്ച് ജയിലിൽ പോകാൻ യുവജനങ്ങൾ ഇതിന് തയ്യാറായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ള കാര്യം ഈ സമരം ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടത്താൻ ഇതവരെ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ പ്രശ്നത്തിന് പുറം ലോകത്തേക്ക് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സമരം എന്ത് ചെയ്തിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂണലിസത്തെ കുറിച്ചാണ്. ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് വർഗീയത ഉടലെടുത്തത്? അത് നമുക്ക് എന്താണ് വർഗീയത എന്ന് നോക്കാം. വർഗീയത എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതസമൂഹത്തെ മറ്റൊരു മതസമൂഹത്തിനെതിരെ ഒന്നിപ്പിക്കുകയും അതുപോലെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് വർഗീയത എന്ന് പറയുന്നത്. തങ്ങളുടെ മതമാണ് എല്ലാം, മറ്റു മതങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതയില്ല എന്ന രീതിയിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നത് ഏകദേശം 1930കളിലാണ്. ഇവരുടെ പല ആശയങ്ങളും ഇന്ത്യയിൽ നിരാഷ്ട്രവാദം പോലുള്ള കാരണങ്ങളൊക്കെ ഉയർന്നു വരുന്നതിന് കാരണമായിട്ടുണ്ട്. വർഗീയതയുടെ കാലഘട്ടത്തെ ഇന്ത്യയിൽ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. 1935 വരെയുള്ള കാലഘട്ടത്തിൽ ഉദാരമായിട്ടുള്ള കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വർഗീയതയുടെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ 1935 കഴിയുമ്പോഴേക്കും വർഗീയതയുടെ ഒരു തീവ്രഘട്ടം ആരംഭിക്കുകയാണ്. പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ സംഘടനകളും മറ്റും ഒക്കെ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള സംഘടനകളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. RSSൻ്റെ പൂർണ്ണരൂപം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നുള്ളതാണ്. 1925 സെപ്റ്റംബർ 27 RSS രൂപീകൃതമാകുന്നത്. ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുക, ഹിന്ദു അച്ചടക്കം വളർത്തിയെടുക്കുക എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്.
നാഗ്പൂർ നഗരത്തിൽ ഒരു ഡോക്ടറായിട്ടുണ്ടായിരുന്ന ഹെഡ്ഗോവാർ ആണ് RSS സ്ഥാപിക്കുന്നത്. 1925 സ്ഥാപിക്കുന്നത്. ഇവർ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ RSS ബ്രിട്ടീഷ് രാജ്യമായിട്ട് സഹകരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു പങ്കും വഹിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഇവരുടെ പങ്ക് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമം നടത്തുന്നു. ചരിത്രത്തിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത പല ആളുകളെയും മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആക്കാനുള്ള ശ്രമം ഇന്ന് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായി പങ്കെടുത്തിട്ടുള്ള വ്യക്തികളുടെ പേര് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരം അതൊരു RSS എന്നുള്ളതൊരു ഹിന്ദു ദേശീയ സംഘടനയായിട്ട് വളർന്നു വരികയാണ്. ഹെഡ്ഗോവാറിൻ്റെ മരണശേഷം ഗോൾവാക്കർ, അതുപോലെ മധുകുമാർ എന്നിവരൊക്കെ ഈ RSSന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ 2015 ആയപ്പോൾ RSSന് ഇന്ത്യയിൽ ഏകദേശം 6 മില്യൺ അംഗങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ RSS എന്ന് പറയുന്നത് ഹിന്ദു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഹിന്ദു രാഷ്ട്രവാദമൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. അടുത്തൊരു പ്രസ്ഥാനമാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത്. ഹിന്ദു മഹാസഭ 1915 മദൻ മോഹൻ മാളവ്യയാണ് സ്ഥാപിക്കുന്നത്. ജാതിയുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭിന്നതകളെ മറികടന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ഏകീകരിക്കുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. VD സാവർക്കർ, അതുപോലെ ലാലാ ലജ്പത് റായ് എന്നിവരെല്ലാം ഇതിൻ്റെ മറ്റു നേതാക്കളായിരുന്നു. അപ്പോൾ ഹിന്ദു മഹാസഭ 1915 മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ചു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതിയുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഭിന്നതകളെല്ലാം മറികടന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ മിൻറ്റോ മോർലി പരിഷ്കരണത്തിലൂടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയമസഭാ മണ്ഡലം അനുവദിച്ചതൊക്കെ ഈ സംഘടന രൂപീകരിക്കുന്നതിനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാരാണ് രൂപീകരിച്ചത്? ഇതിൻ്റെ വർഷം 1915 മദൻ മോഹൻ മാളവ്യയാണ് രൂപീകരിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ജാതിയുടെയും പല പല ആചാരങ്ങളുടെയൊക്കെ വൈവിധ്യം അല്ലെങ്കിൽ ഭിന്നതകൾ മറികടന്നുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഹിന്ദു മഹാസഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ വേരുകൾ നമ്മൾ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ്. 1905 ഇവർ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഉയർന്നു വന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ, അതിൻ്റെ വേരുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആശയമാണ്. അവർ ബംഗാളിനെ വിഭജിച്ചു. കാരണം ഹിന്ദു ഭൂരിപക്ഷ ബംഗാളും മുസ്ലിം ഭൂരിപക്ഷ ബംഗാളും ഇവർ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ സംഘർഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. 1900 കാലഘട്ടത്തിൽ INCയിൽ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാരിൽ കൂടുതലും ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു വിഭാഗത്തിലുള്ള നേതാക്കന്മാരായിരുന്നു. മുസ്ലിം നേതാക്കൾ വളരെയധികം കുറവായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഒരു മുസ്ലിം സംഘടന കൂടി INCക്ക് ഓപ്പോസിറ്റ് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സംഘടന രൂപീകരിക്കാനായിട്ടുള്ള സഹായങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം ഉണ്ടായത്. 1906 ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. നവാബ് സലീമുള്ളയുടെ അധ്യക്ഷതയിലാണെന്ന യോഗം അവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൂട്ടം പ്രമാണിമാരാണ് അന്ന് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ തുടക്കത്തിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പോലുള്ള ആവശ്യങ്ങൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അംഗീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 1909 മിൻറ്റോ മോർലി ആക്ടിലൂടെയൊക്കെ ചില മണ്ഡലങ്ങൾ മുസ്ലിങ്ങൾക്കായിട്ട് റിസർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർ ഫസ്റ്റ് എന്താ ചെയ്ത്? സപ്പോർട്ട് ചെയ്യുക ചെയ്തു. കാരണം ഇവിടെ INCക്ക് ഓപ്പോസിറ്റായിട്ട് മുസ്ലിം ലീഗിനെ കൂടി വളർത്തിയാൽ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുക? സുഖമായിട്ട് ഭരിച്ചു പോകുക. അവരുടെ നേരെ ആരും വരില്ല എന്നൊരു തോന്നൽ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ചെറിയ നിയോജക മണ്ഡലങ്ങൾക്ക് ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് ഉപഭൂഖണ്ഡങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് പാർട്ടി സ്വയംഭരണ അധികാരമൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ 1940കളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വേണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ രണ്ടായിട്ട് വിഭജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് പറയാനുള്ളത് വേവൽ പ്ലാനിനെ കുറിച്ചിട്ടും ഷിംല കോൺഫറൻസിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. 1945 ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഈ പുതിയ ഗവൺമെൻറ് ലേബർ പാർട്ടി തയ്യാറായിരുന്നു. അങ്ങനെ 1945 ജൂൺ 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്ലാന് ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന വേവൽ പ്രഭു മുന്നോട്ട് വെച്ചു. ഇതിനെയാണ് വേവൽ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഇതിലുണ്ടായിരുന്നത് ഇന്ത്യക്ക്
സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഇത് ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയിട്ടുള്ള സമ്മേളനത്തെയാണ് സിംല കോൺഫറൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, മറ്റു അധികൃത വിഭാഗക്കാർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമ്മേളനം വേവൽ പ്രഭു 1945 വിളിച്ചു ചേർത്തു. ഈ വേവൽ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനെയാണ് സിംല കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. ഈ സിംല കോൺഫറൻസിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാന നിർദ്ദേശങ്ങളായിട്ട് ഈ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന വേവൽ പ്രഭു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക, അതുപോലെ പ്രതിരോധം ഒഴികെയുള്ള ബാക്കി വിഭാഗങ്ങളെല്ലാം ഈ ഗവൺമെൻറ്റിന് നൽകുക, അതുപോലെ തന്നെ ഈ ഗവർണർ ജനറലിന് സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇങ്ങനെ വിവിധ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേവൽ പ്ലാനിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതായത് പ്രധാനമായിട്ടും ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക, ഇതിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം നൽകുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ സിംല കോൺഫറൻസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മുസ്ലിം ലീഗ് ഇതിനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. കാരണം ജിന്നയുടെ ഒരു വാശി തന്നെയായിരുന്നു ഇതിന് കാരണം. കാരണം മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗത്വമില്ലാത്ത ഒരു വ്യക്തിക്കും വൈസ്രോയിയുടെ കൗൺസിലിൽ അംഗത്വം കൊടുക്കരുത് എന്നുള്ള ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു. ഇതോടുകൂടി സിംല കരാറിൻ്റെ പരാജയത്തിന് ശേഷം 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാര കൈമാറ്റ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ 3 അംഗങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പാതിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ തുടങ്ങിയിട്ടുള്ള അംഗങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇത് ക്യാബിനറ്റ് മിഷൻ എന്നാണ് അറിയപ്പെട്ടത്. അവർ ഇന്ത്യക്ക് അധികാര കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനും ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വിളിച്ചു കൂട്ടാനുമാണ് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ എന്താണ്, കോൺഗ്രസും ലീഗും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷനും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാബിനറ്റ് മിഷൻ്റെ തീരുമാനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു. എന്നാൽ പിന്നീട് കോൺഗ്രസും ലീഗും പദ്ധതിയെ പരസ്പര വിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കുകയും ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെട്ടതിന് ശേഷം പാകിസ്ഥാൻ വാദം കൂടുതലായിട്ട് ശക്തമാവാനും മുസ്ലിം ലീഗ് ഈ ആവശ്യമായിട്ട് മുന്നോട്ട് വരാനൊക്കെ തുടങ്ങി. യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാൻ നേടും എന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമര ദിനമായിട്ട് അവർ ലീഗ് പ്രഖ്യാപിച്ചു. ഈ ദിവസം കൽക്കത്തയിൽ വർഗീയ ലഹളകളൊക്കെ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങി. ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഇത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1947 മാർച്ചോടെ ഉത്തരേന്ത്യയിലെ പല ഭാഗത്തും കലാപം വ്യാപിച്ചു. അമൃത്സറിൽ കൂട്ടക്കൊലയും അതുപോലെ തീവെപ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ത്യ പ്രശ്നം പരിഹരിക്കാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷുകാർ ഈ കലാപങ്ങളും മറ്റൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഈ വിഭജനമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയച്ചു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലുള്ള ഈ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം വിഭജനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മൗണ്ട് ബാറ്റൻ പ്രഭു മനസ്സിലാക്കി. ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനുള്ള ഒരു പ്ലാൻ 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ചു. ഇത് മൗണ്ട് ബാറ്റൻ പദ്ധതി അഥവാ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയിൽ മെയിനായിട്ട് പറയുന്നത് ഇന്ത്യയെ 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളാക്കിയിട്ട് വിഭജിക്കുക. അതായത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള പ്രദേശങ്ങളെ പാകിസ്ഥാൻ എന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഇന്ത്യ എന്നുമായിട്ട് 2 യൂണിയനായിട്ട് വിഭജിക്കണമെന്നുള്ളൊരു പ്ലാൻ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. 1947 ജൂലൈയിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയെ നിയമസാധുത നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ 2 രാജ്യങ്ങൾ പിറവിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ധാരാളം പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അഭയാർത്ഥി പ്രവാഹം. അതിർത്തി പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ പ്രദേശത്തെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കൊക്കെ കുടിയേറി, അല്ലെങ്കിൽ അവിടെ കലാപങ്ങളുണ്ടായി അവരെ നാട് കടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അഭയാർത്ഥികളുടെ സ്വത്തും മറ്റൊക്കെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്ത്രീകൾ ക്രൂരമായിട്ട് മാനഭംഗത്തിനിരയായി. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഈ വിഭജന ശേഷവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1857 പ്ലാസി യുദ്ധത്തോടു കൂടി ഇന്ത്യയിൽ കാലുറപ്പിച്ച ബ്രിട്ടീഷുകാർ 1947 ഓഗസ്റ്റ് 15 കൂടിയിട്ട് ഇന്ത്യയിൽ നിന്ന്
ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.